Boche Gold and Diamonds. Buy now, pay later. കാട്ടുകുളം ശ്രീ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ പരിയാനംപറ്റ വിദ്യാപുരസ്കാര സമർപ്പണം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ പരിയാനംപറ്റ ക്ഷേത്ര തട്ടകത്തിലുള്ള SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും ക്ഷേത്രം ജീവനക്കാരുടെ മക്കൾക്കുമാണ് പരിയാനംപറ്റ ക്ഷേത്രവും ക്ഷേത്ര സമിതിയും ചേർന്ന് വർഷം തോറും നൽകി വരാറുള്ള ശ്രീ പരിയാനംപറ്റ വിദ്യാപുരസ്കാരം 2025 നൽകി അനുമോദിച്ചത്. ശ്രീ മൂകാംബിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന സദസ്സ് മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ ചെയർമാൻ എം ദണ്ഡപാണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നല്ല ചന്ത ഉണ്ടായ പോരാ, നല്ല ചിന്തകൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള മഹാൻ വേറെ ആരുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് ശ്രീ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ പഠനകാലത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പേപ്പർ വയ്ക്കും മറ്റും വളരെയധികം ബുദ്ധിമുട്ടി അത്രയും കഠിനാധ്വാനത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ മൂല്യം, അറിവിന്റെ അക്ഷരങ്ങൾ തേടിയുള്ള യാത്ര അവസാനിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടും ഏറ്റവും നല്ലൊരു സയന്റിസ്റ്റായിട്ടും തീർന്നപ്പോൾ ലോകം അദ്ദേഹത്തെ ആരാധിച്ചു, വാനോളം പുകഴ്ത്തി. പക്ഷേ ആ പുകഴ്ത്തുകൾക്കൊന്നും അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നും അദ്ദേഹം പുകഴ്ത്തിയിട്ടൊന്നും വാനോളം അദ്ദേഹം എത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന്റെ കടമകളും അദ്ദേഹത്തിന്റെ നല്ല ചിന്തകളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രയോഗിച്ചതെന്ന് നാം ഓർക്കണം. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. നാടക സിനിമാ സംവിധായകനും കൗൺസിലിംഗ് വിദഗ്ധനുമായ KA നന്ദജൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്ര സമിതി സെക്രട്ടറി M ഹരിദാസൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ KV രാജഗോപാലൻ മാസ്റ്റർ, KR വേണുഗോപാലൻ മാസ്റ്റർ, M ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ശ്രീ പരിയാനംപറ്റ ദേവസ്വം ബോർഡ് മാനേജർ സജീവൻ കാനത്തിൽ സ്വാഗതവും ജീവനക്കാരുടെ പ്രതിനിധി K രാകേഷ് നന്ദിയും പറഞ്ഞു. 5 വർഷത്തിലധികമായിട്ട് എൻ്റെ പഠനങ്ങളും എൻ്റെ PhD thesis അടക്കമുള്ള സംഭവങ്ങൾ കൗമാരക്കാരായ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ കുറച്ചുപേര് പാലക്കാട് ബേസ് ചെയ്തൊരു 6 പേരൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. ചങ്ങാതി എന്നാണ് അതിൻ്റെ പേര്. കൗമാരക്കാരായ കുട്ടികളിലെ ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ അതിൽ 1000-ലധികം വളണ്ടിയേഴ്സ് ഉണ്ട്. 15,000-ഓളം കുട്ടികൾ ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു.